ഹോസ്റ്റലിൽ പോവാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ചെയ്യാൻ പറ്റിയില്ല. ഇത്തവണയെങ്കിലും ഒരു ഹോസ്റ്റൽ എസെൻഷ്യൽ വീഡിയോ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ജൂൺ ലാസ്റ്റാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ കോളേജിലും ഹോസ്റ്റലിലും നേഴ്സിങ്ങിനും ഓരോ സ്ഥലത്തായിട്ട് പോകുന്നതിൻ്റെ നല്ല തിരക്കിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലക്കെങ്കിലും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാറ്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഹെൽത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഇപ്പോൾ മഴയാണെങ്കിൽ കൂടി നമ്മൾ ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളം കൂടി. സോ അതിന് തന്നെ ഞാൻ ഈ ഒരു സ്കിപ്പ് ചെയ്യാറ് കാണിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന പ്രശ്നം നമുക്ക് ഒന്നീ സെക്കൻഡ് ഫ്ലോറിലായിരിക്കും അല്ലെങ്കിൽ തേർഡ് ഫ്ലോറിലായിരിക്കും മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസിന് ഓരോ റൂം അലോക്കേറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് ഏകദേശം ഐ തിങ്ക് തേർഡ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ ആണ്. അപ്പോൾ എപ്പോഴും താഴെ മുകളിലും കയറി ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇതൊരു 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ. അപ്പം ഇത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഹോസ്റ്റലിലേക്ക് നല്ലത്. കോളേജിലേക്ക് ഇതിൻ്റെ ഒരു ചെറുത് വാങ്ങിക്കാം. ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയാൽ ഈ ഒരു കുപ്പി തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു കാര്യമാണ് കുട മറന്ന കാര്യമില്ല. കാരണം മഴയൊക്കെ പെയ്താൽ നമ്മളുടെ ടോട്ടലി സ്പോയിലാവും. അടുത്തതായിട്ട് നമ്മൾ എന്താ പറയുന്നത്, മെഡിസിൻസ് അതൊക്കെ ഇടാനായിട്ട് ഞാൻ കുഞ്ഞൊരു 2-3 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ തവണ പോയപ്പോൾ ഞാൻ ഇതൊന്നും കരുതിയിട്ടല്ല പോയത്. മാത്രമല്ല അവിടെ ഒരുപാട് നാൾ നിന്നുമില്ല, എപ്പോഴും വീട്ടിൽ പോയി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നല്ല ദൂരത്തുമാണ്. അപ്പോൾ ഇത് എനിക്ക് മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ്. നിങ്ങൾക്കും ഇതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് കാണിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഈ 2 സാധനം മസ്റ്റായിട്ട് ബൈ ചെയ്തോണം. ഇല്ലെങ്കിൽ ഇത് വലിയൊരു തേരാപ്പര പരിപാടിയായിരിക്കും. ഇത് നമുക്ക് എന്താ പറയുക, ഈ മേക്കപ്പ് ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് വെക്കാനും, ഇത് നമുക്ക് ടോയ്ലറ്ററി സാധനങ്ങൾ, അതായത് ബ്രഷ്, പേസ്റ്റ്, ഷാമ്പു, കുഞ്ഞു ഷാമ്പുമാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ എനിക്കിത് മതി, ഇത് മതി കിട്ടും, എനിക്കിത് മതി. അങ്ങനെ 2 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് ബൈ ചെയ്തു. അത് എന്തുകൊണ്ടും നല്ല ഒരു കാര്യമായിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ ഈ 2 സാധനം, ഇത് ടവൽ, ഇതൊക്കെ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഓൾറെഡി എല്ലാവരും ബൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഹാൻഡ് കർച്ചീഫ് എന്തായാലും നമ്മൾ യൂസ് ചെയ്യുമല്ലോ. അതുപോലെ നമ്മൾ കഴിക്കുന്ന സാധനമാണ് ഈ ഒരു ഇത്തിരി കൂടെ വരലുള്ള സാധനം. കാരണം ഇത് എനിക്ക് പേഴ്സണലി ഒരുപാട് ആവശ്യമുള്ള സാധനമാണ്. നിങ്ങൾക്ക് വേണ്ടി വരുമോ എനിക്കറിഞ്ഞൂടാ. കാരണം എനിക്ക് ബിയർപ്പിൻ്റെ അസുഖം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എനിക്ക് കർച്ചീഫും വേണം, അതുപോലെ തന്നെ ഈ ഒരു ഇച്ചിരി കൂടെ വലിയൊരു ടവലും ആവശ്യമാണ്. ഇതൊക്കെ ഉള്ളവർക്ക് മതി. ആവശ്യമുള്ളവർക്ക് നല്ലൊരു മസ്റ്റ് ബൈ ഐറ്റമാണ് ക്ലോത്ത് ക്ലിപ്പ്. സോ ഇതില്ലാത്ത കാര്യം ഭയങ്കര പാടാണ്. സോ ഇത് ഞാൻ കഴിഞ്ഞ തവണ ഹോസ്റ്റലിൽ പോയപ്പോൾ ഇത് ഞാൻ മറന്നിട്ടാണ്. ഈ ഒരു സാധനം ഞാൻ മറന്നിട്ടാവും. എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ ഗൈസ്. കാരണം നമ്മൾ ഇപ്പോൾ എല്ലാവരെയും കൂടെ ഇടുമ്പോൾ ചിലപ്പം നമുക്ക് ഒന്നിൻ്റെ പുറത്ത് ഒന്നും ഇടേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ വലിയൊരു സ്പേസിലാണ് നമ്മളിത് ഹാങ് ചെയ്തിരുന്നെങ്കിൽ പറന്നു പോകാം. ഇപ്പോൾ നല്ല മഴയൊക്കെയാണ്, അതുകൊണ്ട് കാറ്റുള്ളവരെ നല്ല രീതിക്ക് ഇതൊക്കെ പറന്നു പോകാൻ ഡ്രസ്സൊക്കെ പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നേരത്തെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് പറന്നു പോകും. മാത്രമല്ല താഴെ വീഴും, അത് നമുക്ക് ഡേർട്ടി ആവും. അതിനൊക്കെ നല്ലതാണ് ഈ ഒരു ക്ലോത്ത് ക്ലിപ്പ്. ആരും മറക്കാൻ തന്നെ കൂട്ടി നമ്മൾ ക്ലോത്ത് കഴുകാനും, നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് ക്ലോത്ത് കഴുകാനും, അതുപോലെ തന്നെ കഴുകാനുള്ള സോപ്പും, അതുപോലെ ഞാൻ ബോഡി വാഷ് ചെയ്യാനുള്ള സോപ്പും രണ്ടായിട്ട് വെക്കാൻ വേണ്ടി ഞാൻ ഇതിന് 2 സോപ്പ് പൊട്ടിയാണ് വാങ്ങിച്ചു. വന്നിട്ട് ഇത് എല്ലാവരും യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല, ചിലർക്ക് വേണ്ടിയത് ചിലർക്ക് വേണ്ട. നമുക്ക് എല്ലാവരും വാങ്ങിക്കുന്ന സാധനമാണ് ടിഷ്യൂ. ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് ബൈ ചെയ്തത് വേറൊന്നും വേണ്ടിയിട്ടല്ല. എനിക്ക് എത്ര കണ്ണ് എഴുതിയാലും മതിയാകത്തില്ല, അങ്ങനത്തെ ടൈപ്പാണ് ഞാൻ. കാരണം എനിക്ക് എത്ര സാറ്റിസ്ഫൈഡ് ആവും, പക്ഷേ എന്നാൽ പോലും എത്ര കണ്ണ് എഴുതിയാലും എനിക്ക് മതിയാകത്തില്ല. കാരണം ഞാൻ ഇച്ചിരി എഴുതും, ഈ സൈഡിലെ കാല് കൂടും, ഈ സൈഡിലെ കാല് കൂടും. ഞാൻ മാറിയുടെ ടൈപ്പാണ് കുറച്ച് ചെറുതായിട്ട്. സോ അതുകൊണ്ട് ഇങ്ങനെ മാറി പോകും. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് വീട്ടിൽ തോർത്താണ്. നമ്മുടെ പോരാളി എപ്പോഴും എന്നെ വഴക്ക് പറയുന്ന ഒരു കാര്യവും അതാണ്, തോർത്തി മുഴുവൻ ഞാൻ കരിയാക്കി വെക്കുക ഗൈസ്. എന്താ അറിയില്ല, എൻ്റെ സ്വഭാവം അതാണ്. സോ ഇനിയെങ്കിലും അതൊക്കെ മാറണം. കാരണം കൊച്ചല്ലല്ലോ ഇനി. സോ ബിജിയാണ്, അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും മാറാൻ വഴിയെ പോയി ലൈഫ് ടോട്ടലി കുളമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ടിഷ്യൂ വാങ്ങിച്ചത്. ഒന്നിനും വേണ്ട, കൈ തുടയ്ക്കാനോ ഒന്നുമല്ല, ടിഷ്യൂ അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും ടിഷ്യൂ വാങ്ങിച്ചത്. എന്താ പറയുന്നത്, ലഞ്ച് ബോക്സ്. ഞാൻ സ്റ്റീലിൻ്റെ ബോക്സാണ് വാങ്ങിച്ചത്. ഹോസ്റ്റലിൽ നിന്ന് ഒരു ഇത്തിരി മാറിയിട്ടാണ്. അപ്പോൾ എനിക്ക് ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അപ്പം മോർണിംഗ് അവർ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് തരും. നമ്മൾ ഈ ഒരു ലഞ്ച് ബോക്സ് അവിടെ കൊണ്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അതിലൊരു കറി സംഭവം എന്തൊക്കെയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കൈ കഴുകിയേക്കാം, എന്തെങ്കിലും ആവശ്യം വരും. പിന്നെ ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ബൈ ചെയ്തത്. അതുപോലെ തന്നെ പേന, ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വി ഷുഡ് ബൈ എ പൗച്ച്. ഇതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ആ ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോകത്തുള്ളൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ അതിൽ തന്നെ വെക്കണം എന്നൊരു കാര്യം. പക്ഷേ ഇങ്ങനെ വെക്കുന്നതായിരുന്നെങ്കിലും ബെറ്റർ. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, മെയിനായിട്ട് ആ കുപ്പി, ക്ലോത്ത് ക്ലിപ്പ്, അതൊരിക്കലും മറക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമല്ല. ഇതല്ലാണ്ട് കുറേ കാര്യങ്ങളുണ്ട്. ബക്കറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ക്ലോത്ത് വാഷ് ചെയ്യുന്ന ബ്രഷ്, അങ്ങനെ കുറേ കാര്യമുണ്ട്. ഞാൻ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തൊക്കെയാണ് മസ്റ്റ് ബൈ ഐറ്റംസ് ഉറപ്പായിട്ടും ഞാൻ ടൈപ്പ് ചെയ്തിട്ടേക്കാം. സോ എന്തെങ്കിലും ഈ വീഡിയോസൊക്കെ കണ്ടുവരുന്നവർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.